അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ തകർന്ന വിമാനത്തിന് യന്ത്രത്തകരാർ ഉണ്ടായിരുന്നില്ലെന്ന് എയർ ഇന്ത്യ. എല്ലാ വിമാനങ്ങളിലും ആവശ്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി നൽകുന്നുണ്ടെന്നും സിഇഒ ക്യാമ്പൽ വിൽസൺ വ്യക്തമാക്കി. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം. നോബിൾ മാരിക്കാരൻ, കോക്പിറ്റിലെ സംഭാഷണം പുറത്തുവന്ന പൈലറ്റുമാർ ഒരു സ്വിച്ച് ഓഫ് സംബന്ധിച്ചുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുത്തുന്നതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ എയർ ഇന്ത്യ കുറച്ചുകൂടി കൃത്യമായി വിമാനത്തിന് തകരാറുണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണോ? എന്തൊക്കെയാണ് സിഇഒ പറയുന്നത്? സുജയ, അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയത്തിന് നിഴലിൽ ഇപ്പോൾ ഉള്ളത് പൈലറ്റുമാരാണ്. കാരണം ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതാണ് ഈ അപകട കാരണം എന്ന് ഇതിനോടകം തന്നെ AIB റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഈ ഘട്ടത്തിൽ എയർ ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ വിമാനത്തിന് ഒരു തരത്തിലുമുള്ള യന്ത്രത്തകരാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിമാനത്തിലെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കൃത്യമായി തന്നെ അറ്റകുറ്റപ്പണികൾ ഈ വിമാനത്തിൽ മെയിൻ്റനൻസ് കൃത്യമായി തന്നെ നടന്നിരുന്ന വിമാനമാണ്. അതോടൊപ്പം തന്നെ നിലവിലത്തെ ഈ സാഹചര്യത്തിൽ എയർ ഇന്ത്യ എല്ലാ വിമാനങ്ങളിലും പരിശോധന തുടരുകയാണ്. ഉദ്യോഗസ്ഥരടക്കം, പ്രത്യേകിച്ച് ഏവിയേഷൻ അതോറിറ്റി അടക്കമുള്ള ഉദ്യോഗസ്ഥർ പറയുന്നതിനേക്കാൾ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് എല്ലാ വിമാനവും പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്നും എയർ ഇന്ത്യ സിഇഒ വ്യക്തമാക്കുന്നു. അതേസമയം വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നാണോ ഇത്തരത്തിൽ പിഴവ് അല്ലെങ്കിൽ ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടായത് എന്നാണ് സംശയത്തിന് ഇപ്പോഴും ഉള്ളത്. ചില കോണുകളിൽ നിന്നാണെങ്കിൽ പോലും പൈലറ്റുമാരിൽ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും AIB റിപ്പോർട്ട് പൂർണ്ണമായും പൈലറ്റുമാരുടെ സംഘടന തള്ളുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കൊമേഴ്സ്യൽ പൈലറ്റ് അസോസിയേഷനും സമാനമായി തന്നെ ഈ പൈലറ്റുമാരെ സംശയത്തിൽ നിലനിർത്തുന്ന റിപ്പോർട്ട് അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പൈലറ്റുമാരെ അസോസിയേഷൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ വിഷയത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി പുറത്തു കൊണ്ടുവരാൻ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. ഏതാണെങ്കിലും എയർ ഇന്ത്യ വിമാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം, വിശദമായ അന്വേഷണം AIBയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നിരവധി ഊഹാപോഹങ്ങളുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ എന്താണെങ്കിലും ഔദ്യോഗികമായി അവസാന റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. സുജയ, ശരി, വിവരങ്ങൾ നൽകിയത് നോബിൾ മാരിക്കാരനാണ്. പരോളിലിറങ്ങിയ കൊലക്കേസ് പ്രതി കണ്ണൂർ ധർമ്മടത്തെ ബാലസംഘം സമ്മേളനത്തിൽ പങ്കെടുത്തു. തലശ്ശേരിയിലെ BJP പ്രവർത്തകൻ നിഖിൽ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ശ്രീജിത്താണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. മറ്റ് നിരവധി കേസുകളിലും ശ്രീജിത്ത് പ്രതിയാണ്. അർജുൻ കല്യാൺ നമുക്കൊപ്പം. അർജുൻ കല്യാൺ,